ഇന്ന് നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കഞ്ഞി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ബ്രൗൺ റൈസ് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു 4 മണിക്കൂറോളം ഒന്ന് സോക്ക് ചെയ്തു. ഇതിലേക്ക് 1/2 കപ്പ് ചെറുപയറും കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. ഇനി 3 വെളുത്തുള്ളി, കുറച്ച് ചെറുള്ളി, ഒരു പച്ചമുളക് നടുകട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി 1 സ്പൂണ് ഉലുവ, 1/2 സ്പൂണ് ചെറിയ ജീരകം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിലടുപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഇതേ ഫ്ലെയിം ഓഫ് ചെയ്തു. പ്രഷർ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതേ വെള്ളമൊക്കെ നല്ലോണം വറ്റി. അപ്പം നല്ലോണം ഇളക്കിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കംപ്ലീറ്റ് വറ്റിയ കാര്യമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം കഞ്ഞൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള നാളികേരപ്പാൽ, ഒരു 1/2 കപ്പ് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതേ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഓംലേറ്റും അതുപോലെ തന്നെ ചീരത്തോരനാണ് എടുത്തിട്ടുള്ളത്.